guys, welcome back to my channel. So നമ്മുടെ ഇന്നത്തെ വീഡിയോ വലിയൊരു ഷോപ്പിംഗ് വ്ലോഗാണ്. അപ്പം നമ്മൾ വിത്ത് ആൻറ്റി ആയിട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ രാവിലെ പോയപ്പോഴത്തേക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടതാണ്. അപ്പം നമ്മൾ വെച്ച് ഒരുമിച്ച് പോകാമെന്ന്. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോയതൊരു വലിയൊരു ലോങ് ഷോപ്പിംഗ് ആയി മാറുമെന്ന് വിചാരിച്ചില്ല. ഞങ്ങൾ കാറിൽ കയറി. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലാബിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ലാബിൽ കയറിയിട്ട് നമ്മൾ നേരെ തിരിച്ച് പോന്നു. ഇതാണ് എൻ്റെ ആൻറ്റി. അങ്ങനെ ഞങ്ങൾ അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. നമ്മൾ ലാബിൽ പോയപ്പോഴത്തേക്കിനും അവർ സൈഡിലോട്ട് പാർക്ക് ചെയ്തേക്കുമായിരുന്നു വേണ്ടി. അങ്ങനെ അവർ വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾ വെറുതെ അവിടെ കുറച്ച് നേരം മിണ്ടിയും പറഞ്ഞൊക്കെ നിന്നും. ഞങ്ങളോരോ കോപ്രായങ്ങളാണ് ഇതൊക്കെ. ഞങ്ങൾ ചുമ്മാ കാലിൻ്റെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഷോപ്പിങ്ങിലോട്ട് കടന്നു. നമ്മൾ ആദ്യം പോയത് കല്യാണി സിൽക്സിലാണ്. അവിടെ നല്ല ഓഫർ നടക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ഗൈസ് ഏബു, ഇത് ആൻറ്റിയുടെ ഏബു. അങ്ങനെ നമ്മൾ കല്യാണി സിൽക്സിലോട്ട് പോയിട്ട് അവിടെ നല്ല ഓഫർ നടക്കുന്നുണ്ടെന്ന് കേട്ടു. അപ്പം നമ്മൾ ഏതായാലും അവിടെ പോയി എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ലിഫ്റ്റിലൊക്കെ കയറിയിട്ട് നമ്മൾ 3rd ഫ്ലോറിലാ സംഭവം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏബ് ക്ലീൻ ഷേവ് ചെയ്തേക്കുന്നതുകൊണ്ടാണ് കേട്ടോ മോക്കൊക്കെ ഇങ്ങനെ പൊത്തി പിടിച്ചേക്കുന്നത്. അങ്ങനെ നമ്മുടെ ഫ്ലോർ എത്തി. അങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഫ്ലോറിലോട്ട് കയറി. അപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു, ഓഫറിൻ്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കയറി നോക്കിയപ്പോൾ ഫസ്റ്റ് തന്നെ സാരിയുടെ കുറേ കളക്ഷൻസ് കണ്ടായിരുന്നു. അതും നല്ല വിലക്കുറവിനുണ്ടായിരുന്നു കേട്ടോ. ഇത് എത്രയാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ അത്യാവശ്യം എല്ലാവരും ഷോപ്പിംഗ് ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഏബുവിൻ്റെ മിസ്സിനെ കണ്ടു. ഏബു അവിടെ പോയി മിണ്ടിക്കൊണ്ടിരിക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ അവൻ മിസ്സിനോടൊക്കെ മിണ്ടിയിട്ട് തിരിച്ചു വന്നു. വരവ് നിങ്ങൾ കാണണം ഗൈസ്. പിന്നെ ഈ ചവിട്ടി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ചവിട്ടിയായിരുന്നു. അതും 100 എത്രയായിട്ട് സംതിങ് ആണ്. അതും പകുതി വിലയ്ക്കാണ് കേട്ടോ. അത് നല്ല വേർത്തായിട്ട് തോന്നി. പിന്നെ നല്ല ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതും നല്ല വേർത്തായിട്ട് എനിക്ക് തോന്നി. ഇതിൻ്റെ ഉള്ള വിലയിൽ പകുതി വില മാത്രം നമുക്ക് കൊടുത്താൽ മതി. അപ്പം അതൊരടിപൊളി ഒരു ഓഫറായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ നമ്മൾ വീണ്ടും അവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോയി. കുറേ ഏതായാലും വന്നതല്ലേ, നമ്മൾ നന്നായിട്ട് വീഡിയോ എടുക്കാം എന്ന് എക്സ്പ്ലോറും ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അലൻസോലയുടെ ഒക്കെ ബ്രാൻഡിൻ്റെ ഷർട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ നമുക്ക് അമ്മയ്ക്ക് ഒരു ബ്ലൗസിന് ലൈനിങ് വാങ്ങിക്കാറുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ചു. ഇത് ഏബുവിനോട് വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പം ഏബൂസ് എടുത്തുന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. അതിന് വൈഡായിട്ടൊരു ഫുൾ വ്യൂ എടുത്തു അവിടെ നിന്ന്. അത്യാവശ്യം നല്ല തിരക്കും കളക്ഷൻസും ഉണ്ടായിരുന്നു അത്യാവശ്യം. പിന്നെ ആൻറ്റി നമ്മൾ ഇവിടെ ഇതെന്താ നോക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് ഏബു എടുത്ത വീഡിയോ ആയിരുന്നു. ഞങ്ങളപ്പുറത്ത് ലൈനിങ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ആൻറ്റി അതൊക്കെ നോക്കിയിട്ട് നമ്മൾ ലൈനിങ് മേടിച്ചതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഞാൻ അവിടെ നിന്നു. അങ്ങനെ അത്യാവശ്യം കുറച്ച് പോസ്റ്റായി. പക്ഷേ അടിപൊളി വൈബായിരുന്നു കേട്ടോ. ഇന്ന് ഫുള്ള് ഷോപ്പിംഗ് ആയിരുന്നു. ആദ്യം കല്യാൺ സിൽക്സിൽ പോയി. പിന്നെ നമ്മൾ സ്റ്റുഡിയോയിൽ പോകുന്നുണ്ട്. പിന്നെ നമ്മൾ ഫാക്ടറി ഔട്ട്ലെറ്റിലും പോകുന്നുണ്ട്. അങ്ങനെ നൈസ് ഒരു വീഡിയോ ആയിരുന്നു. ഇന്നത്തെ ഡേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിന് കഴിഞ്ഞ് അടിപൊളിയായിരുന്നു. അവിടെ കുറേ ഈ നല്ല ടോപ്പിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും ആൻറ്റിയും ചേച്ചി ലൈനിങ്ങിൻ്റെ ബില്ലടിക്കാൻ പോയി നോക്കിയിരിക്കുന്നത്. പിന്നെ ഒരു ക്യൂട്ട് ഡ്രസ്സ്, ന്യൂ ബോൺ ബേബിയുടെ ഡ്രസ്സാണ് കേട്ടോ. ഭയങ്കര ക്യൂട്ട്, നല്ല സോഫ്റ്റ് മെറ്റീരിയലായിരുന്നു. അതൊക്കെ നോക്കി ചുമ്മാ അവിടെ നടക്കുമായിരുന്നു. പിന്നെ ഈ ഒരു ഉടുപ്പ് അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് ആൻറ്റിക്ക് ഇഷ്ടമാണ്. ആൻറ്റി പറയായിരുന്നു ഇങ്ങനെ ഓവർകോട്ടുള്ള ഡ്രസ്സൊക്കെ ആൻറ്റിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആൻറ്റി അത് അവിടെ കെട്ടൊക്കെ ഇട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ഫുൾ കോമഡി വൈബായിരുന്നു ഇന്നത്തെ ദിവസം. ഇന്ന് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല ഇങ്ങനെ ആവുന്നു. കാരണം ഞാനും ചേച്ചി ജസ്റ്റ് പോയിട്ട് എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്തിട്ട് വരാനാണ് വിചാരിച്ചത്. അപ്പോൾ അതിനും ആൻറ്റീനെയൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടു. അപ്പോൾ ഞങ്ങൾ എല്ലാവരോടും ഒന്ന് പോയി ചില്ലടിച്ച് വന്നു. പിന്നെ കുറേ ക്രാബ്സും അതുപോലെ തന്നെ ക്രഞ്ചസും ഒക്കെ കിടപ്പുണ്ടായിരുന്നു. നല്ല ക്യൂട്ട് ഐറ്റംസ് ഒക്കെ. പിന്നെ അതൊന്നും വാങ്ങിക്കാനായിട്ട് നിന്നില്ല, ഒരുപാട് ക്യൂ നിൽക്കണമല്ലോ. അതുകൊണ്ട് ജസ്റ്റ് നോക്കിയതേ ഉള്ളൂ. പിന്നെയും കുറേ ഡ്രസ്സിൻ്റെ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് നോക്കാണ്ട് വരാൻ തോന്നില്ല. അത്രയ്ക്ക് നല്ല രസമാണ് കേട്ടോ. ഇതിൻ്റെ സ്ലീവിൻ്റെ അടിയിൽ വന്നിട്ട് നല്ലൊരു മെറ്റീരിയൽ അതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണാൻ നല്ല രസമാണ്. അപ്പോൾ നമ്മളതൊക്കെ നോക്കുമായിരുന്നു. നമ്മളതൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ട് വെച്ച് നോക്കിയപ്പം അവിടെ നല്ലൊരു ഉടുപ്പ് കിടക്കുന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് അത് നോക്കി. അത് അത്യാവശ്യം നല്ലൊരു ഡ്രസ്സായിരുന്നു കേട്ടോ. അതിൻ്റെ പാൻറ്റും വരുന്നുണ്ടായിരുന്നു. അതിലെത്ര 600 സംതിങ് ഞങ്ങളുണ്ടായിരുന്നു. അതെനിക്ക് അത്യാവശ്യം വേർത്തായിട്ട് തോന്നി. പിന്നെ നമ്മൾ വലിയ ഷോപ്പിംഗ് ഒന്നും പ്ലാൻ ചെയ്തിട്ട് വന്നതല്ല. ഇവിടുത്തെ ഓഫർ കണ്ടപ്പോൾ ജസ്റ്റ് ഏബുവിന് ഒരു പാൻറ്റ് ഷർട്ടൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ അത് നോക്കി വന്നതാണ്. പിന്നെ ഞങ്ങൾക്ക് ലൈനിങ് എടുക്കാനുണ്ടായിരുന്നു. അതും എടുക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. കയറുമ്പോൾ നമ്മൾ നോക്കണമല്ലോ. ഇതിൻ്റെയും പാൻറ്റും ഉടുപ്പും കൂടെ ഇതായിട്ട് വരുന്നതാണ്, കോംബോ ആയിട്ട് വരുന്നതാണ്. അത്യാവശ്യം നല്ല ഇതായിരുന്നു ഇവിടുത്തെ കളക്ഷൻസ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി സ്റ്റുഡിയോയിലോട്ട് നടന്നു. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയായിരുന്നു കേട്ടോ സ്റ്റുഡിയോ. അങ്ങനെ ഞങ്ങൾ സ്റ്റുഡിയോയിലോട്ട് കയറി. സ്റ്റുഡിയോയിൽ കയറിയപ്പോൾ തന്നെ ഒരു നല്ലൊരു പ്ലസൻസ് മൂഡായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുത്തെ ഒരു കിടിലൻ
കുറേ ജീൻസിൻ്റെ കളക്ഷൻസ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഉണ്ട്. പാരച്യൂട്ടാവട്ടെ, ബാഗി ആവട്ടെ, കുറേ കളക്ഷൻസ് സ്റ്റുഡിയോയിലുണ്ട് ജീൻസിൻ്റെ കളക്ഷൻസൊക്കെ. അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ നേരെ മേളത്തെ സെക്ഷനാണ്, അല്ല ഇത് താഴത്തെ സെക്ഷൻ തന്നെയാണ്, അവിടെയൊക്കെ ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്തു. നമ്മൾ അവിടുത്തെ ഫുള്ള് വിൻ്റർ സീസൺ ആയതുകൊണ്ട് വിൻ്റർ കളക്ഷൻസ് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. ഫുള്ള് ഈ ഒരു എന്താ പറയുക ജാക്കറ്റ് അതുപോലത്തെ ഐറ്റംസൊക്കെ ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ഡ്രസ്സൊക്കെ ഞാൻ അതിലേക്ക് ജസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇത് 299 പ്രിൻ്റഡ് ആയിട്ടുള്ള ടീഷർട്ട്സ് ആയിരുന്നു. അതും അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു, നല്ല ഫുൾ പ്രിൻ്റഡ് ആട്ടോ, ഫുൾ നല്ല രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കുറേ ചപ്പൽസിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു, ഷൂവിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു, ഒരുപാടുണ്ടായിരുന്നു. നല്ല ക്യൂട്ട് കോഫി കളറ് ഷൂസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പേർപ്പിൾ ഉണ്ടായിരുന്നു, നല്ല ക്യൂട്ട് ഷൂസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ഈ വീഡിയോ കാണുമ്പോൾ അവർ വീഡിയോ എന്നെ കളിയാക്കും, നീ ക്യൂട്ടിൻ്റെ ആളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇത് ബൂട്ട് ഗൈസ്, ഇത് ഏബു കൊണ്ട് കാണിച്ചാണ്, ഭയങ്കര തിളക്കമാണ് ഇതൊക്കെയാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ നോക്കിയിട്ട് വീണ്ടും ഷൂവിൻ്റെ കളക്ഷൻസോട്ട് പോയി. ഷൂ ഭയങ്കര ഒരു രക്ഷയില്ല കേട്ടോ. സ്റ്റുഡിയോയിൽ മെയിനായിട്ട് ഞാൻ പറയുന്നത് ജീൻസും ഷൂവിൻ്റെ കളക്ഷൻസാണ്. എന്താ കുറേ 299 കുർത്തിയുടെ സെക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ നേരെ ഡ്രസ്സിൻ്റെ സെക്ഷനിലോട്ട് പോയി. ഡ്രസ്സിൻ്റെ സെക്ഷൻസ് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളതൊക്കെ നോക്കി അതിൻ്റെ ജസ്റ്റ് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ കോട്ട് സെറ്റ്സ് ഉണ്ടായിരുന്നു ഒരുപാട്, അതൊക്കെ ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ. ഡ്രസ്സിൻ്റെ കളക്ഷൻസ് അന്ന് വന്നപ്പോഴും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പം ഇത്തവണ ഞാൻ വന്നപ്പോൾ ഒന്നും ട്രൈ ചെയ്യാനായിട്ട് നിന്നില്ല, കാരണം ഡ്രസ്സ് ഷോപ്പ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡേ ഉണ്ടായിരുന്നില്ല. നമുക്ക് കുറച്ച് കോസ്മെറ്റിക്സ് ഐറ്റംസ് വാങ്ങിക്കാനാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ഏബുവിന് ഡ്രസ്സ് എടുക്കണോണ്ട് നമ്മൾ കയറിയതാണ്. പിന്നെ നമ്മളവിടെ ഡ്രസ്സിൻ്റെ സെക്ഷൻ നോക്കി തീർന്നിട്ടുണ്ടായിരുന്നില്ല, കാരണം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. നല്ല കളക്ഷൻസ് ഉണ്ടോ വെച്ചാൽ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു, എന്നാലും ഒത്തിരി അഫോർഡബിൾ ആയിട്ടുള്ളതുണ്ടോയെന്ന് ചോദിച്ചാൽ അതും ഇല്ലായിരുന്നു. അങ്ങനെയും പറയാം, എങ്ങനെ വേണം നമുക്ക് അറിയാം കേട്ടോ. ഏബുവിന് നമ്മൾ ഡ്രസ്സ് എടുക്കാനായിട്ട് മേളത്തെ ഫ്ലോറിലോട്ട് പോയി. എന്നിട്ട് വളരെ ആറ്റിറ്റ്യൂഡുള്ളൊരു നടത്തമാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഏബുവിന് ഡ്രസ്സ് എടുക്കാനായിട്ട് പോയിട്ടോ. അങ്ങനെ എന്നിട്ട് അവന് ചേരുന്ന ഡ്രസ്സൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സ്റ്റുഡിയോന്ന്. എന്നാലും നമ്മൾ അന്നേരം അവിടെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല മിക്കതും അവന് അവിടെ ഉള്ളതുപോലത്തൊക്കെ തന്നെ ഡ്രസ്സായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അതുകൊണ്ട് സെയിം സ്റ്റുഡിയോന്നൊക്കെ എടുത്തതും അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. വേറെ പുതിയ കളക്ഷൻസ് ആയിട്ടൊന്നും വന്നതായിട്ട് എൻ്റെ അറിവിലില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്നൊന്നും എടുത്തില്ല. പിന്നെ അമ്മയുടെ മോനും സ്നേഹപ്രകടനമാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ അവനെ ചെരുപ്പെടുത്തു. ഇപ്പോഴത്തെ ഈ ചെരുപ്പൊക്കെ ട്രെൻഡാണെന്ന് ഞാൻ മനസ്സിലായി. അപ്പോൾ അവന് ആ ചെരുപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെരുപ്പൊക്കെ നോക്കി, അതവന് ചെറുതായിരുന്നു, അപ്പോൾ അതിൻ്റെ ബ്ലാക്ക് എടുക്കാനായിട്ട് ഞങ്ങൾ നോക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളോട് ഡ്രസ്സ് എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും അവൻ ചെരുപ്പൊക്കെ നോക്കി സെറ്റാക്കി. അങ്ങനെ അവൻ നല്ലൊരു ബ്ലാക്ക് ചപ്പൽ എടുത്തു. അങ്ങനെ നമ്മൾ അതൊക്കെ നോക്കി അങ്ങനെ ആ ചെരുപ്പ് ഫിക്സ് ചെയ്തു. ഇതുപോലത്തെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ടൈപ്പ് തന്നെ കുറേ ചെരുപ്പുണ്ടായിരുന്നു അവിടെ. നല്ലൊരു ഇതായിരുന്നു കേട്ടോ അത്. പിന്നെ ചേച്ചി എനിക്ക് ഈ ഒരു ടീഷർട്ട് എടുത്ത് തന്നു. അങ്ങനെ അതൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ വീണ്ടും ഷോപ്പിങ്ങിലോട്ട് കടന്നു. അങ്ങനെ ഒരു ഡെനിമിൻ്റെ ഷർട്ട് അവിടെ കിടപ്പുണ്ട് കേട്ടോ, നല്ല രസമായിരുന്നു. പിന്നെ കുറേ 699 ഹുഡീസിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഇതുവരെ വന്നിട്ട് ഹുഡിയുടെ കളക്ഷൻസ് ഒന്നും കണ്ടില്ല, ചിലപ്പോൾ മേ ബി ഞാൻ ബോയ്സിൻ്റെ സെക്ഷനിൽ പോകാത്തതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഹുഡിയുടെ സെക്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ വീണ്ടും ഹുഡിയുടെ അവിടെ പോയിട്ടൊക്കെ നോക്കുന്നുണ്ട്. നല്ല വെയിറ്റ് ആട്ടോ അതിൻ്റെയൊക്കെ ആ ഒരു ഡ്രസ്സിന്, ഹുഡിക്ക്. അങ്ങനെ അവൻ അതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവനതൊന്നും ഇഷ്ടപ്പെട്ടില്ല ഏബുവിന്. എന്നിട്ട് എന്നാലും വെച്ച് നോക്കുന്നുണ്ട് എങ്ങനെയുണ്ടെന്നൊക്കെ, പക്ഷെ എടുത്തില്ല ഗൈസ്. 699 ആയിരുന്നു കേട്ടോ അതിൻ്റെ വില. പക്ഷെ അതെനിക്ക് തോത്തായിട്ട് തോന്നി, നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണ്. അങ്ങനെ അതൊക്കെ നോക്കി കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റുഡിയോയിൽ നമ്മൾ ലാസ്റ്റ് പോകുന്ന സെക്ഷനാണ് ഈ ഒരു ഇത് എന്താ പറയുക, അതിനൊരു പേര്, ആക്സസറീസ് നോക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ക്രഞ്ചസും കുറേ ബുഷസും ഒക്കെ. പക്ഷെ അതൊന്നും എനിക്ക് ഒട്ടും വെർത്തായിട്ട് തോന്നിയില്ല, അതുകൊണ്ട് നമ്മളതൊന്നും വാങ്ങിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ബോഡി മിസ്റ്റ്, ബോഡി വാഷ്, ബോഡി ലോഷനൊക്കെ ഉണ്ടായിരുന്നു. അതെനിക്ക് പിന്നെ ഇഷ്ടമാണ് സ്റ്റുഡിയോയിലത്തെ. 99 വളരെ വേർത്താണ് അതൊക്കെ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ സ്മെല്ലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ ബില്ലടിക്കാനായിട്ട് പോയി. ബില്ലടിക്കാൻ പോയി ഹിദേബിൻ്റെ ജോലൈൻ കാണിക്കാനുള്ളൊരിത് മാത്രമാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ബില്ലടിക്കാനായിട്ട് നിന്നു. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും തിരക്കുണ്ടായിരുന്നു. അത് നമ്മൾ സ്പ്രേ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഒരുപാട് അടിച്ചാൽ ഭയങ്കര ബോധം കെട്ട് പോകുന്ന മണമാണ്. പക്ഷേ അത് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു, ബിക്കോസ് നമുക്കൊരു ഫങ്ഷൻ വരുന്നുണ്ട്. അത് സർപ്രൈസായിട്ട് ഞാൻ നാളെ നിങ്ങൾക്ക് റിവീൽ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെയൊക്കെ ചെറിയ ഭാഗമായിട്ടാണ് ഇന്നത്തെ ഈ ഷോപ്പിംഗ്. എന്നിട്ട് നമ്മൾ ബില്ലൊക്കെ അടിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ച് ലിഫ്റ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കണ്ണടയിൽ രണ്ടായിട്ട് കാണുമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളവിടെ വീഡിയോ ഒക്കെ എടുക്കുകയാണ്. ആൻറ്റി ഉണ്ട് ഗൈസ്. നമ്മൾ അങ്ങനെ കുറച്ച് നേരം ചില്ലൊക്കെ ചെയ്തിട്ട് നമ്മൾ നേരെ ഫാക്ടറി ഔട്ട്ലെറ്റിലോട്ട് കയറി. അടുത്ത കടയിൽ നമ്മൾ കയറി. ഇത് ഫുള്ള്
എന്താ നമ്മൾ തിരിഞ്ഞ് അല്ലെങ്കിൽ നടക്കുമായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഭയങ്കര ഫണ്ണായിരുന്നു ഇന്നത്തെ ദിവസം. എനിക്ക് ശരിക്കും ഒരു മെമ്മറബിൾ ഡേ ആയിരുന്നു ദിവസം. സമയം പോയതറിയില്ല. 10 മണിക്ക് കയറി ഞങ്ങളാണ് തിരിച്ച് വീട്ടിൽ എത്തിയത് 5 മണിക്കാണ്. അപ്പോഴത്തെ നിങ്ങൾക്ക് മനസ്സിലായി സമയം പോയതേ അറിഞ്ഞില്ല. ഷടപടേന്നാണ് സമയം പോയത്. അതിന് തുടക്കത്തിലെ ഏബുവിന് ഇവിടെ നിന്ന് ഡ്രസ്സ് എടുക്കാമെന്ന് പറഞ്ഞാണ് പോയത്. അങ്ങനെ കുറേ മണിക്കൂർ അവിടെ ചിലവായി. അങ്ങനെ ഏബു കുറേ ഷർട്ട് നോക്കി, അതൊന്നും അവനെ പിടിച്ചില്ല. ഇവന് പ്ലെയിൻ ബാഗി ജീൻസ് വേണമെന്ന് തപ്പിയാണ് അവൻ ഇറങ്ങിയത്. അങ്ങനെ അത് തപ്പി ഇതായിട്ട് പിന്നെ ഈ ഒരു സംഭവം ഈ ഷോർട്ട്സും ഈ ഒരു ഷർട്ടും കോംബോ ആയിട്ട് വരുന്നത് അത് അവന് മേടിച്ചിട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ അവന് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അവനത് മേടിച്ചു. നല്ല രസമായിരിക്കുമല്ലോ. അങ്ങനെ അതൊക്കെ മേടിച്ചു. പിന്നെ അവന് ഷർട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കുറേ സമയം അവിടെ ചിലവഴിച്ചു. അവൻ കുറേ പാൻറ്റൊക്കെ ട്രയൽ ചെയ്യാൻ പോയി. അങ്ങനെ കുറേ മണിക്കൂർ പോയി. ഞങ്ങൾ അവിടെ നിന്ന് മടുത്ത് കോമഡി ആയിരുന്നു. അങ്ങനെ കുറേ അലൻസോളിയുടെയും എല്ലാ ബ്രാൻഡിൻ്റെയും ഷർട്ട് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതും അഫോർഡബിൾ റേറ്റിനുണ്ടായിരുന്നു. ഇവിടെയൊക്കെ വന്നതിൻ്റെ വീഡിയോസ് ഞാനിവിടെ കുറേ മുമ്പ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ ഞാൻ വീണ്ടും ജീൻസ് നോക്കുമായിരുന്നു. ജീൻസിൻ്റെ ഒക്കെ കളക്ഷൻസ് പിന്നെ ഉണ്ടായിരുന്നു. ടോപ്പിൻ്റെയും കളക്ഷൻസ് ഒരുപാടുണ്ടായിരുന്നു. ഫാക്ടറി ഔട്ട്ലെറ്റ് എനിക്ക് തോന്നുന്നു എല്ലാത്തിനും കഴിഞ്ഞും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് ഫാക്ടറി ഔട്ട്ലെറ്റാണ്. അങ്ങനെ പല കളറിലും പല തരത്തിലുള്ള കുറേ ജീൻസ് ഉണ്ടായിരുന്നു. നമുക്ക് പോലും കേട്ടിട്ടില്ലാത്ത പേരൊക്കെ ഉള്ള ജീൻസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. സാറയുടെ ജീൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് പാരച്യൂട്ട് ജീൻസ് അതൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അങ്ങനെ കുറേ നേരത്തെ ഒടുവിന് ശേഷം ഏബുവിലൊരു ജീൻസ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു കേട്ടോ. ഇത് നമ്മൾ കൊടുത്തിട്ട് ഇതെടുക്കാനായിട്ട് പറഞ്ഞു. ഇതെങ്കിലും നീ പോയി എടുക്കാനായിട്ട് പറഞ്ഞു. പക്ഷെ ഇതും വേറൊരു ജീൻസും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടെ ട്രൈ ചെയ്തിട്ട് ഇഷ്ടമുള്ളത് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ അത് രണ്ടും ട്രൈ ചെയ്ത് അവൻ ജീൻസ് ഉറപ്പിച്ചു പറഞ്ഞു. അങ്ങനെ ആ ഒരു ജീനത്തെ നമ്മൾ അടുത്ത സെക്ഷൻ ഉടുപ്പ് പോയപ്പോൾ വീണ്ടും നമ്മൾ അങ്ങോട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് നോക്കാനായിട്ട്. അങ്ങനെ ആൻറ്റി കുറേ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിട്ടോ. ഇത് പാൻറ്റും അതുപോലെ തന്നെ ടോപ്പും ഒരുപാട് നല്ല ഒരുമിച്ച് വരുന്ന കോംബോ സെറ്റാണ്. ഇത് കോട്ട് സെറ്റ് എന്ന് പറയാം. അങ്ങനെ അതുപോലത്തെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. നല്ല വേർത്തായിട്ട് എനിക്ക് തോന്നിട്ടോ. പിന്നെ ഒരു ക്യൂട്ട് ഷർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇതെനിക്ക് എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇതിനായിട്ട് വരാത്തതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ വീണ്ടും ആൻറ്റി നല്ല കുർത്തീസ് നോക്കുന്നുണ്ട്. അതായത് നമുക്ക് എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്തായാലും വരാൻ പറ്റിയ സ്ഥലമാണ്. അതുപോലത്തെ ഫങ്ഷൻസ് ഇടാൻ പറ്റിയ അതുപോലത്തെ ഡ്രസ്സസാണ് ഇവിടെ ഉള്ളത്. നല്ല വർക്ക്സ് വരുന്നതും അതുപോലെ തന്നെ സ്റ്റോൺ വർക്ക് വരുന്നതും പ്രിൻറ്റഡ് വരുന്നതുമായിട്ടുള്ള നല്ല ഡ്രസ്സുണ്ട്. ഇതൊക്കെ ഇൻഡിഗോയുടെ ടോപ്പാണ്. ഇൻഡിഗോ ടോപ്പ് അതൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. നല്ല റേറ്റ് കുറവിന് നമുക്ക് കിട്ടും. അതിപ്പം എനിക്ക് നല്ല രസമായിട്ട് തോന്നി. അവസാനം ഏബുവിൻ്റെ ഷർട്ടും നമ്മൾ കൺഫേം ആക്കിയിരിക്കുന്നു. എന്നിട്ട് നമ്മൾ റേറ്റൊക്കെ കൂട്ടി നോക്കിയിട്ടുണ്ട്. അവിടെ റേറ്റ് കൂട്ടിയിട്ട് നമുക്ക് അങ്ങനെ ഒരു ഓഫർ ഉണ്ടായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് റേറ്റ് കൂട്ടിയിട്ട് എന്തോ അതിൻ്റെ പകുതി അങ്ങോട്ട് വെച്ചിട്ട് ഒരു ഡ്രസ്സിന് ഒരു ഡ്രസ്സ് ഫ്രീ അങ്ങനെയുള്ള രീതിയിൽ. എന്നിട്ട് അങ്ങനെ നമ്മൾ ലാസ്റ്റ് കണക്ക് കൂട്ടിയിട്ട് 3 ഡ്രസ്സ് അങ്ങാണ്ട് അവർ ഓഫറിന് തരുമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. അങ്ങനെ കാരണം നമ്മൾ ബ്രദേഴ്സിൽ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. അതിനു മുമ്പ് നമ്മൾ കോസ്മെറ്റിക്സ് വാങ്ങിക്കാനായിട്ട് ഞാനും എൻ്റെ ചേച്ചിയും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല വാച്ചിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. സോ നമ്മൾ വാച്ചൊക്കെ നോക്കി. ആൻറ്റിക്ക് വാച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ വാച്ചൊക്കെ ഞാൻ ആദ്യം കാണിച്ചു. അങ്ങനെ വാച്ചൊക്കെ നോക്കിയിട്ട് നമ്മൾ കോസ്മെറ്റിക്സ് ഐറ്റംസും അതുപോലെ തന്നെ ഈ ക്രഞ്ചസൊക്കെ വാങ്ങിക്കാനാണ് കയറിയത്. അങ്ങനെ അവിടെയും കുറേ സമയം ക്ലിപ്പൊക്കെ നോക്കിയിട്ട് അവിടെയും കുറേ സമയം ചിലവ്. അമ്മയ്ക്ക് ഒരു ചെറിയ ക്ലിപ്പൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ നോക്കി. അത് കഴിഞ്ഞിട്ട് കുറേ ക്രാബ്സ് അത് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. നല്ല ക്യൂട്ട് ക്രാബ്സ് ആയിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ കോസ്മെറ്റിക്സ് ഐറ്റംസ് നമ്മൾ വാങ്ങിക്കാനായിട്ട് പോയി. അത് കോമ്പാക്റ്റും കുറച്ച് BB ക്രീമും വാങ്ങിക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ നമ്മൾ ആലോചിച്ച പോലെ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവിടുന്ന് നമ്മുടെ ഷെയ്ഡൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കിട്ടിയത് കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് പോന്നു. അങ്ങനെ അവിടെ നിന്ന് മേടിച്ച സാധനമൊക്കെ ബില്ല് ചെയ്തിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നു. 1 മണി 1:45 1:45 അങ്ങോട്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നേരെ ഫുഡ് കഴിക്കാൻ പോയി. നമ്മൾ ഊണ് കഴിക്കാനായിട്ടാണ് പോയത്. അങ്ങനെ ആൻറ്റിയും പാസ്റ്റും ഏബുവും ഞാനും ചേച്ചിയൊക്കെ ഞങ്ങൾ തന്നെ ഫുഡ് കഴിക്കുകയാണ്. ചില വെള്ളം കുടിച്ച് കാരണം മടുത്തിട്ടുണ്ടായിരുന്നു. കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏബുവാണ് കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ ഓർഡർ ചെയ്തു. അതിൽ നമ്മൾ കൊഞ്ച് ഫ്രൈയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. സാധനത്തിന് ഒരു രക്ഷയില്ലായിരുന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ ഏബു കൊണ്ടാട്ടമുളകൊക്കെ കഴിക്കുന്നത് വിദഗ്ധമായ
ഈ സീനുകളാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ ആൻറ്റി ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ നമ്മളതൊക്കെ എക്സ്പ്ലോർ ചെയ്തു. അങ്ങനെ നല്ല രീതിയിൽ ഒരു വൈബ് ദിവസമായിരുന്നു ഇന്നത്തത്. ചോറും ഉണ്ടായിരുന്നു, പിന്നെ അവിയൽ, കൊണ്ടാട്ടമുളക്, പച്ചടി, പപ്പടം, തോരൻ, അച്ചാർ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എക്സ്ട്രാ സാമ്പാർ, മോര് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് ഗൈസ് കൊഞ്ച് ഫ്രൈ. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ശരിയാ, എങ്ങനെയുണ്ട്? സൂപ്പർ. അതെ, പാട്ടപ്പോട്ട് ഊണ് അടിപൊളിയായിരുന്നു അല്ലേ? ഇഷ്ടപ്പെട്ടു. ഡീഗ്രേഡൊന്നും ചെയ്യല്ല? ഡീഗ്രേഡൊന്നും ചെയ്യല്ല? അതെ അതെ അതെ. ഫുഡൊക്കെ കഴിച്ചിട്ട് മടുത്ത് നല്ല വയറൊക്കെ നിറഞ്ഞു. സൂപ്പർ ഫുഡായിരുന്നു. വയറും മനസ്സും നിറഞ്ഞിട്ട് നമ്മൾ വീണ്ടും വണ്ടിയിൽ കയറി പോയി. കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ എബുവിൻ്റെ മുടി വെട്ടാനുണ്ടായിരുന്നു. അങ്ങനെ ചെറുതായിട്ട് ക്ലീനപ്പ് ചെയ്യാനുണ്ടായിരുന്നു. ഞങ്ങൾക്കും ചേച്ചിക്ക് നാളെ ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അത് ഞാൻ വഴിയെ പറയാം എന്താണ്. അപ്പം ഇത് എബുവിൻ്റെ ബിഫോർ ലുക്കാണ് കേട്ടോ. അതിന് മുടി വെട്ടാനായിട്ട് പോകണം. കുറേ നാളായിട്ട് അവൻ്റെ മുടി വളർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അത് കുറേ നാൾക്ക് ശേഷം വെട്ടാൻ പോവാണ്. അതിൻ്റെ ആഫ്റ്റർ ലുക്ക് പിന്നെ കഴിഞ്ഞ പിന്നെ ചെറുതായിട്ട് ക്ലീനപ്പ് ചെയ്യാനുണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ ഞാനും എൻ്റെ ഫേസ് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് എടുത്തു. എന്നിട്ട് എബുവിൻ്റെ മുടി വെട്ടുന്ന രംഗമാണ് ഗൈസ് കാണുന്നത്. ആദ്യം സൈഡൊക്കെ ട്രിം ചെയ്ത് വിറ്റു. എന്നിട്ട് ഫ്രണ്ടിനും ബാക്കിലൊക്കെ മുടി വെട്ടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫ്രണ്ടിലെ മുടിയൊക്കെ ഒന്ന് നനച്ച് കൊടുത്തിട്ട് ഫ്രണ്ടിലെ മുടി ശരിക്കും വെട്ടിയിട്ട് നന്നായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും ഫുള്ള് വെട്ടാൻ അവൻ പറഞ്ഞാൽ നന്നായിട്ട് വെട്ടിക്കളനാണ് അവൻ പറയുന്നത്. അങ്ങനെ കുറേ നാൾക്ക് ശേഷം അവൻ ഫുള്ള് മുടിയൊക്കെ വെട്ടി ഒന്ന് ക്ലീനായി സുന്ദരനായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആഫ്റ്റർ കാണാം. ഗൈസ് ഇതാണ് ലാസ്റ്റ് ലുക്ക്. അപ്പുറത്തിരിക്കും നൈസ്. ഇത് കഴിഞ്ഞിട്ട് ബസ്സിന് കുറച്ച് തിരക്കായതുകൊണ്ട് ബസ് നേരത്തെ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഓട്ടോയിൽ തിരിച്ച് വീട്ടിലോട്ട് പോയി. ഷട്ടിൽ കളിക്കാനുള്ള ടൈമാണ്, അതുകൊണ്ട് വേഗം ചെല്ലണം. അങ്ങനെ ഞങ്ങൾ വേഗം ചെന്നിട്ടോ. ഓട്ടോയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. വന്നു. എന്നിട്ട് നേരെ ഷട്ടിൽ കളിക്കാൻ ഇറങ്ങി. ഷട്ടിൽ കളിച്ചിട്ട് നേരെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ വന്ന ഉടനെ ഒന്ന് ജസ്റ്റ് വെള്ളമൊക്കെ കുടിച്ചിട്ട് നേരെ ഷട്ടിൽ കളിക്കാൻ പോയി. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ബ്യൂട്ടിഫുൾ ഡേ വീഡിയോ. അപ്പം നാളെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഗൈസ്.